ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 2 എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ ടെൻറ്റേറ്റീവ് ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ആൻസർ കീയിൽ വരാം. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഉറപ്പായിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നതാണ്. വേഗത്തിൽ പ്രിപ്പയർ ചെയ്ത ഒരു ആൻസർ കീ ആണ്. അതുകൊണ്ട് ചെറിയ ചില മിസ്റ്റേക്കുകൾ വന്നാൽ നിങ്ങൾ ക്ഷമിക്കുക. അത് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ആൻസേഴ്സിലേക്ക് നോക്കാം. ഇപ്പോൾ ആൻസർ കീ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓരോരോ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. കാറ്റഗറി 3 പാർട്ട് 1 സോഷ്യൽ സയൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആരുമായിട്ടാണ്? മഹാത്മാഗാന്ധി. നമുക്കറിയാം ഡു ഓർ ഡൈ എന്ന് പറയുന്ന സ്ലോഗൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മഹാത്മാഗാന്ധിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. ഒരു ഭൗതിക ഭൂപടം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? എന്തിനെയാണ്? ഭൂരൂപ സവിശേഷതകളാണ് അല്ലെ. ഫിസിക്കൽ മാപ്പാണ്. അപ്പൊ ഭൂവിനിയോഗ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉത്തരം തെറ്റിപ്പോകരുത്. ഭൂരൂപ സവിശേഷതകളാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ്? ഝാരിയ ആണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി എന്ന് പറഞ്ഞ ഝാരിയാണ്. നേരത്തെ റാണിഗഞ്ച് ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. അടുത്ത 34ാമത്തെ ചോദ്യം. ചരിത്രപരമായി മലബാർ മേഖലയിലെ കൈത്തറി നെയ്ത്ത് കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ്. ഏതാണ്? കണ്ണൂരാണ് അല്ലെ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. അടുത്ത 36ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഒരു അന്തർഗ്രഹം അല്ലാത്തത് ഏതാണ്? വ്യാഴമാണ്. നമ്മൾ ഇന്നർ പ്ലാനറ്റ്സും ഔട്ടർ പ്ലാനറ്റ്സും പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഇന്നർ പ്ലാനറ്റ്സിൽ വരാത്തത് ആരാണ്? വ്യാഴമാണ്. 37ാമത്തെ ചോദ്യം. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കുള്ള നിര ഏതാണ്? സിവാലിക് ആണ് അല്ലെ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണുന്ന നിര എന്ന് പറയുന്നത് സിവാലിക് ആണ്. അടുത്ത 38ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് അല്ലെ. ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗംഗയാണ് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നത് ഏത് സമരത്തിൽ ഉയർത്തപ്പെട്ട മുദ്രാവാക്യമാണ്? ഏതാണ്? ചിക്കാഗോ സമരമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 40ാമത്തെ ചോദ്യം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? 1920ലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്ഥാപിച്ചത്. 41ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നവീന ശിലായുഗവുമായി ബന്ധമില്ലാത്തത്? ഏതാണ്? നാടോടി ജീവിതമാണ്. ന്യൂലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട കൃഷി ആരംഭിച്ചു, മൺപാത്ര നിർമ്മാണം തുടങ്ങി, മൃഗങ്ങളെ ഇണക്കി വളർത്തി. ഇതെല്ലാം ഏതാണ്? നവീന ശിലായുഗത്തിൽ ഉള്ളതാണ്. പിന്നെ സെറ്റിൽഡ് ലൈഫ് ആയിരുന്നു അല്ലെ. അവിടെ നാടോടി ജീവിതമാണ് ഈ ഒരു ഇതുമായിട്ട് ചേരാത്തത്. ഓക്കെ. 42. 1857 കലാപത്തിൽ ഡൽഹിയിലെ നേതാവ് ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ അല്ലെ. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു ഡൽഹിയിൽ നിന്നുള്ള നേതാവ്. ഓക്കെ. 43ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 1897 അമരാവതി സമ്മേളനം തിരഞ്ഞെടുക്കുന്നത്? ആരെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സി ശങ്കരൻ നായരാണ്. ഓക്കെ. 44ാമത്തെ ചോദ്യം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്ത യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ച് ആണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 45. ആവി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 46ാമത്തെ ചോദ്യം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് അല്ലെ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. 47. സിഗുറാത്തുകൾ ഏത് പുരാതന സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ് അല്ലെ. നമ്മൾ പ്രാചീന സംസ്കാരങ്ങൾ പഠിക്കുമ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ആരാധനാലയങ്ങളെയാണ് സിഗുറാത്തുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. 48. ഭൂമിയിൽ നിന്നുള്ള വികിരണം ആഗിരണം ചെയ്ത് രാത്രിയിലും ഭൂമിയെ ചൂടായി നിലനിർത്തുന്ന അന്തരീക്ഷ വാതകങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഹരിതഗൃഹ വാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. 49ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലാകെ 3 നദികൾ മാത്രമാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് കബനി. 50ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ അടുത്ത ജനസംഖ്യാ സെൻസസ് ഏത് വർഷത്തിലാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ഏത് വർഷമാണ്? 2027 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 2021 ഒരു സെൻസസ് നടക്കേണ്ടതായിരുന്നു. പക്ഷെ കോവിഡ് പ്രമാണിച്ച് അല്ലെ, കോവിഡ് കാരണം ആ സെൻസസ് നടന്നില്ല. അതുകൊണ്ട് 2027ലാണ് ആ ഒരു സെൻസസ് നടക്കാനായിട്ട് പോകുന്നത്. അടുത്ത 51ാമത്തെ ചോദ്യം. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് എന്തെന്ന് പറയുന്നത്?
കാറ്റ് എന്ന് പറയുന്നത്. കാറ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത 52ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഏറ്റവും ഉള്ളിലെ പാളിയാണ് അകക്കാമ്പ്, അല്ലെ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. 53, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ് ആണ് വരുന്നത്, അല്ലെ? ഇവിടെ ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതി, സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗും, അതേപോലെ തന്നെ സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെയുമാണ് വരുന്നത്. 54, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപം ഏതാണ്? കുറിച്യ കലാപമാണ്. ബാക്കി സന്താളും മുണ്ട കലാപവും പോൾ കലാപവും ഒക്കെ എവിടെയാണ്? നോർത്ത് ഇന്ത്യയിൽ നടന്ന കലാപങ്ങളാണ്. അടുത്ത 55ാമത്തെ ചോദ്യം, മാനവ വികസന സൂചികയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മെഹബൂബ് ഉൾ ഹക്കാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. 56ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി യോജിക്കാത്ത ജോഡി ഏതാണ് വരുന്നത്? ലോഥൽ ആണ് വരുന്നത്, അല്ലെ? ലോഥൽ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ലോഥൽ എന്ന് പറയുന്നത് ഒരു കടൽത്തീര പട്ടണമായിരുന്നു, അല്ലെ? ഓക്കെ. 57, താഴെ പറയുന്നവയിൽ ഏതാണ് ഗണപരമായ പണനയ ഉപാധി അല്ലാത്തത്? ഏതാണ് വരുന്നത്? മാർജിൻ ആവശ്യകതകൾ നിശ്ചയിക്കൽ. 57 ആണ്. 57ന്റെ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 58, ഭൂമിയെ കിഴക്കൻ അർദ്ധഗോളം, പടിഞ്ഞാറൻ അർദ്ധഗോളം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന രേഖാംശങ്ങൾ. ഭൂമിയെ എന്താണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും തിരിക്കുന്ന ഏതാണ്? 0 ഡിഗ്രി രേഖാംശവും 180 ഡിഗ്രി രേഖാംശവുമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 59ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്കറിയാം, ആനമുടിയാണ്, അല്ലെ? രണ്ടാമത്തെ ഏതാണ്? മീശപ്പുലിമലയാണ്. ഓക്കെ. അടുത്ത 60ാമത്തെ ചോദ്യം, ഒരു ധരാതലീയ ഭൂപടത്തിൽ അന്തർദേശീയ അതിർത്തിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇങ്ങനെ വിട്ടുവിട്ടുള്ള ലൈൻസ് ആണ് അന്തർദേശീയ അതിർത്തിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം എന്ന് പറയുന്നത്. 61, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുടെ മാനകമല്ലാത്തത് ഏതാണ് വരുന്നത്? തൊഴിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എല്ലാം എന്താണ്? ദാരിദ്ര്യ സൂചികയുടെ മാനകങ്ങളാണ്, അല്ലെ? അതിന്റെ ഇൻഡെക്സിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ തൊഴിലാണ് അതിൽ ഉൾപ്പെടാണ്. അടുത്ത 62ാമത്തെ ചോദ്യം, പോവർട്ടി ആൻഡ് ദ അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരുടെ പുസ്തകമാണ്? ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ്. ഓക്കെ. 63, സർഗാത്മകത ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഓപ്ഷൻ ഡി ആണ്, വിഭ്രജന ചിന്തയാണ്. ഓക്കെ. 64, SCERT ഏറ്റവും ഒടുവിൽ തയ്യാറാക്കിയ ടീച്ചർ ടെക്സ്റ്റിൽ ടീച്ചിങ് മാനുവൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട പ്രധാന പദം ഏതാണ്? പഠന നേട്ടങ്ങളാണ്, ലേണിംഗ് ഔട്ട്കംസ് ആണ്, അല്ലെ? 65, പരമ്പരാഗത അധ്യാപനത്തോടൊപ്പം ഈ ലേണിംഗ് കൂട്ടിച്ചേർത്ത രീതിയാണ് ബ്ലെൻഡഡ് പഠനം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 66, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാഷ്ട്രത്തിന്റെ അവശ്യ ഘടകമല്ലാത്തത് ഏതാണ്? ജനാധിപത്യമാണ്. ഭൂപ്രദേശവും ജനങ്ങളും പരമാധികാരവും എല്ലാം വേണം, അല്ലെ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 67, ചുവടെ നൽകിയിട്ടുള്ള പട്ടികയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ള സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പഞ്ചായത്ത് രാജ് നഗരപാലിക സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 69, ഒരു തന്ത്രം എന്ന രീതിയിൽ റോൾ പ്ലേ ഉപയോഗിക്കുന്നതിന്റെ പ്രാഥമികമായ ഉദ്ദേശം എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മികച്ച പങ്കാളിത്തം, അനുതാപം, യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തൽ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്. 70ാമത്തെ ചോദ്യം ഇതാണ്, ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ പരിഷ്കരിച്ച വർഗീകരണ പട്ടികയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഉള്ളത് ഏതാണ്? പരിഷ്കരിച്ചാണ്, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ഉയർന്ന പട്ടികയിൽ വരുന്ന ഏതാണ്? ക്രിയേറ്റിംഗ് ആണ്, അല്ലെ? സൃഷ്ടിക്കുന്നു. അടുത്തത് 71, ഭൂഭ്രമണം എന്ന ആശയം പഠിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനോപകരണം ഏതാണ്? ഗ്ലോബ് ആണ് വരുന്നത്, അല്ലെ? 72, യഥാർത്ഥ പാഠഭാഗം അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസക്തവും രസകരവുമായ ഒരു സാമൂഹ്യ വാർത്ത അവതരിപ്പിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? പഠന സന്നദ്ധതാ നിയമമാണ്. ഏതാണ്? ലോ ഓഫ് റെഡിനെസ് ആണ് വരുന്നത്, അല്ലെ? അടുത്ത 73, താഴെ തന്നിട്ടുള്ളവയിൽ ഏത് പഠന സാമഗ്രിയാണ് ഒരു സ്ഥലം കണ്ടെത്താൻ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നത്? ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് നമുക്ക് അറ്റ്ലസ് ഉപയോഗിക്കാം, അല്ലെ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 74, പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ച് ആഗമന രീതിയിൽ ഒരു ടോപ്പിക് അവതരിപ്പിക്കാൻ അധ്യാപിക ആഗ്രഹിക്കുന്നു. ഇതിനായി അധ്യാപിക ആദ്യം ചെയ്യേണ്ടത് ആഗമന രീതിയാണ് വരുന്നത്. അപ്പൊ ഏത് വരും? മലിനീകരണത്തെ കുറിച്ചുള്ള ചിത്രങ്ങളാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. ഓക്കെ.
അടുത്തത് 72ാമത്തെ ചോദ്യം, 75ാമത്തെ ചോദ്യം. കാര്യനിർവഹണ വിഭാഗത്തിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചുമതല എന്ന് പറയുന്നത്. 76ാമത്തെ ചോദ്യം ഇതാണ്. പോളിസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? നഗര രാഷ്ട്രങ്ങൾ എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. 77ാമത്തെ ചോദ്യം. സാമൂഹ്യ ശാസ്ത്രത്തിലെ വികാസപ്രഭ വിലയിരുത്തലിന്റെ പ്രാഥമിക ശ്രദ്ധ ഏതിലാണ് വരുന്നത്? ബോധനത്തോടൊപ്പം ഫീഡ്ബാക്ക് നൽകുന്നതിന്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. 78ാമത്തെ ചോദ്യം. ടോപ്പ് ഡൗൺ യുക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? നിഗമന രീതിയാണ് അല്ലെ, ഡിഡക്റ്റീവ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടോപ്പ് ഡൗൺ യുക്തി എന്ന് പറയുന്നത്. ഓക്കെ. 79. രാഷ്ട്രതന്ത്ര ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖല ഏതാണ്? രാഷ്ട്രം വരും, ഭരണകൂടം വരും, ഭരണഘടനയും വരും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മേൽപ്പറഞ്ഞവയെല്ലാം. അടുത്തത് 80ാമത്തെ ചോദ്യം. ബ്ലൂമിന്റെ പരിഷ്കരിച്ച വർഗീകരണത്തിലെ അറിവിന്റെ തലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അടിസ്ഥാന അറിവാണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത 81. ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അധ്യാപിക ചെയ്യേണ്ടത് എന്താണ്? വ്യത്യസ്ത സംസ്കാരങ്ങൾ, പരമ്പരാഗത രീതികൾ, ജീവിത ശൈലികൾ എന്നിവയെ ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 82. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? മാർബിൾ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 83. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? എത്രയാണ് വരുന്നത്? ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്. നിലവിൽ ദേശീയ പാർട്ടി പദവി ഇല്ലാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, സമാജ്വാദി പാർട്ടിയാണ്. 85. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ചരിത്രം പഠിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന പ്രാഥമിക സ്രോതസ്? ഏത് വരും? ആത്മകഥ അല്ലെ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 86. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. ഓപ്ഷൻ എ ആണ് വരുന്നത്. 87. കോളനിവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. ഏതുതരം ചോദ്യമാണിത്? ഏതുതരമാണ്? വിവരണാത്മക ചോദ്യമാണ് അല്ലെ. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏതെന്ന് പറയുന്നത്? കോളനിവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക എന്നാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 87ാമത്തെ ചോദ്യം. 87ാമത്തെ ചോദ്യം. മൂൾവശം കുറച്ച് കാണാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടോന്ന് എനിക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഒരേ സ്ഥാപനത്തിലെ വ്യത്യസ്ത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സാന്നിധ്യമാണ്. ഇനി 89. എഡ്ഗാർ ഡെയിലിന്റെ അനുഭവങ്ങളുടെ കോണിൽ അമൂർത്തതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത് വാചിക പ്രതീകങ്ങളാണ്. വേർബൽ സിംബൽസ് വരും. 90. ഏത് പ്രസ്താവനയാണ് ഫ്ലിപ്ഡ് ലേണിംഗുമായി കൂടുതൽ യോജിച്ചത്? ഏത് വരും? ഓൺലൈൻ സാമഗ്രികൾ നേരത്തെ കിട്ടുകയും പിന്നീട് ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ഫ്ലിപ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഉത്തരം പറയാനായിട്ടുള്ളത്. ഇതിൽ 88ാമത്തെ ക്വസ്റ്റിന്റെ മാത്രം ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കത് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റില്ലെങ്കിലും അതിന്റെ ആൻസർ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എത്രയും വേഗം തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത്, സോഷ്യൽ സയൻസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്